ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അരുൺ ലൂക്കോസ്. പലരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ എന്തെടുക്കുന്നു. ഞാൻ ഒരു പ്രവാസിയായിരുന്നു, കുട്ടനാട്ടുകാരനാണ്. കുട്ടനാട്ടിലെ എടത്തുവായ എന്നുള്ള ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. നമ്മുടെ നാടാണിത്. ഇത് കുട്ടനാടാണ്. കുട്ടനാടിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കുക. അതുപോലെ തന്നെ ട്രാവൽ എനിക്കൊരു പാഷനാണ്. അപ്പോൾ ട്രാവലിൻ്റെ സമയത്ത് ഞാൻ എടുക്കുന്ന വീഡിയോസൊക്കെ ഞാനിങ്ങനെ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഇത് നമ്മളെടുക്കുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് കാണിക്കാറുണ്ട്. അവരിൽ നിന്ന് നല്ല കമൻറ്റുകളൊക്കെ കിട്ടാറുണ്ട്. അതുപോലെ ചിലരൊക്കെ നമ്മളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, എങ്ങനെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇത് നല്ല കാര്യമാണ്. ഞാനതൊക്കെ ആ സജഷനൊക്കെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ കറക്റ്റ് ചെയ്യാറ്. പിന്നെ ഞാനൊരു ടെക്കിയൊന്നുമല്ല, ഈ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് ധാരാളം മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ നാടൊക്കെ ഒന്ന് കാണുക, അതുപോലെ തന്നെ കാണുന്ന പ്രകൃതിയും അതിൻ്റെ ഭംഗിയും ഒക്കെ വീഡിയോഗ്രാഫി ചെയ്യുക, അത് എൻ്റെ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യുക, ലോകത്തെ കാണിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കും അതുപോലെയൊക്കെ ചെയ്യാം. നിങ്ങൾക്കും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോസൊക്കെ എടുത്ത് നമ്മളുടെ ചുറ്റുപാടുമുള്ള പ്രകൃതിയും പ്രകൃതി ഭംഗിയും ഒക്കെ നമുക്ക് ഒപ്പിയെടുത്തുകൊണ്ട് നമുക്ക് ലോകത്തിനെ കാണിക്കാൻ പറ്റും. പലരും പല രാജ്യത്തിൽ നിന്നും എന്നോടിങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ നാട് ഏതാണ്, നല്ല ഭംഗിയാണല്ലോ നിങ്ങളുടെ നാടെന്ന്. ശരിയാണ്, നമ്മുടെ നാട് നല്ല ഭംഗിയുള്ള നാടാണ്. നമ്മളിതൊക്കെ മറ്റുള്ളവരെ കാണിക്കണം, പ്രൊമോട്ട് ചെയ്യണം. എന്നാലോ നമ്മുടെ നാട്ടിലോട്ട് വിദേശികൾ വരികയും അതുപോലെ നമ്മുടെ നാടിന് വിദേശ നാണ്യം നേടിത്തരികയൊക്കെ. ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. അതുപോലെ ഇപ്പം തന്നെ ഇത് നോക്കി, നമ്മളുടെ പ്രകൃതിയാണ്. ആമ്പൽ ഇങ്ങനെ വിരിഞ്ഞു കിടക്കണം. ഇതാണ് പാടം, കുട്ടനാടിൻ്റെ പാടങ്ങളാണ്. ഇവിടെയൊക്കെ നല്ല നെൽകൃഷി നടക്കുന്ന പാടങ്ങളാണ്. ഈ പാടത്ത് ഇപ്പോൾ ആമ്പൽ വിരിഞ്ഞിരിക്കുകയാണ്. ഒരു സീസണിൽ നിറച്ച ആമ്പലാണ്. ഇതൊക്കെ കാണാൻ വേണ്ടി എന്തുമാത്രം ആൾക്കാരാണോ ഇവിടെ വരുന്നതെന്നറിയാം. ഇത്രയും മനോഹരമായ ഒരു കാഴ്ച വേറെ എവിടെ കിട്ടും? കാശ് മുടക്കിയൊന്നും യാത്ര ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ നമ്മുടെ ചുറ്റുപാടും നോക്കിക്കണ്ട് യാത്ര ചെയ്യുവാണെങ്കിൽ തന്നെ ചെറിയ പൈസ കൊണ്ട് ധാരാളം യാത്രകൾ നമുക്ക് ചെയ്യാം. അതിൽ നിന്നുള്ള അനുഭവങ്ങൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്യാം. ആമ്പൽ അതിരാവിലെ വിരിയും. അത് കഴിഞ്ഞിട്ട് ഒരു 10-11 മണിയാകുമ്പോഴത്തേക്ക് ഇവൻ വീണ്ടും കൂമ്പാൻ തുടങ്ങും. പിന്നെ നാളെ രാവിലത്തേക്ക് ഇത് വിരിയത്തുള്ളൂ. അപ്പോൾ ആമ്പൽ കാണാൻ വരുവാണെങ്കിൽ രാവിലെ നേരത്തെ വരുവാണെങ്കിൽ നല്ല രീതിയിൽ കാണാൻ പറ്റും, നല്ല വിരിഞ്ഞ് നിൽക്കുന്നത്. ഇപ്പം തന്നെ കണ്ടോ, ഇതെല്ലാം കൂമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആമ്പലിൻ്റെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇത് കുട്ടനാട്ടിലെ ചങ്ങങ്കരി എന്ന് പറയുന്ന സ്ഥലമാണ്. നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണ്. നിങ്ങൾക്കും ഇവിടെ വന്ന് ആമ്പൽ വസന്തം കൺകുളിർക്കെ കാണാം. കുട്ടനാടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അരുൺ ലൂക്കോസ് സൈനിങ് ഓഫ്.